കലോത്സവ വേദിയിലെ നിറങ്ങളുടെ കലാരൂപമാണ് കഥകളി. പച്ചയും മഞ്ഞയും കറുപ്പും ചുവപ്പും നിറഞ്ഞ വർണ്ണക്കാഴ്ചകളുടെ കലാരൂപം. എന്നാൽ ആസ്വാദകരില്ലാതെ കേരളത്തിൻ്റെ തനത് കലാരൂപം കലോത്സവ വേദികളിൽ ഒതുങ്ങിപ്പോകുന്നതാണ് ഏറെ ഖേദകരം. വിവിധ വർണ്ണങ്ങളുടെ പകർനാട്ടം, ചായക്കൂട്ടുകൾ, തലപ്പൊക്കത്തിൽ കിരീടധാരികളായി അങ്ങനെ നിൽപ്പാണ്. മനയോലക്കല്ലിൽ ചാലിച്ചെടുത്ത മഞ്ഞ, നീലച്ചായം ചേർത്ത് കറുപ്പ്. ആടയാഭരണങ്ങൾ കഥകളിക്ക് മാറ്റ് ഇരട്ടിയാക്കും. കണ്ണുകളിൽ മിന്നിമായുന്ന ഭാവങ്ങൾ, കൈകാലുകളിലാകട്ടെ പ്രാർത്ഥനയുടെ ചലനങ്ങൾ. എന്നാൽ ആസ്വാദകരില്ലാതെ കേരളത്തിന്റെ തനത് കലാരൂപം കലോത്സവ വേദികളിൽ ഒതുങ്ങിപ്പോകുന്നതാണ് ഏറെ ഖേദകരം. അയൽ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളെ പ്രാധാന്യത്തോട് കണ്ട് സ്വന്തം കലയെ മലയാളികൾ മറക്കുന്നുവോ എന്നതാണ് സംശയം. കലോത്സവ വേദികളിൽ ഏതൊക്കെ കലാരൂപങ്ങൾ പകർന്നാടിയാലും കഥകളിയോടും പ്രാധാന്യം മറ്റൊന്നിനും വരില്ല. പച്ചയും നീലയും ചുവപ്പും കലർന്ന വർണ്ണങ്ങളുടെ പകർനാട്ടം. കേരളത്തിന്റെ ഈ തനത് കലാരൂപത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകണമെന്ന് മലയാളികളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. ക്യാമറമാൻ ഗോപുവിനൊപ്പം രശ്മി കാർത്തിക, ജനം.